പാപ്പ വന്നാൽ നിങ്ങള് പെരിക്കറ്റില്ല അടിച്ചാൽ മൂലക്കടു. കാരണം അറിയോ ചെറുപ്പത്തിൽ അറിയില്ലേ അന്ന് അടിച്ചാലും കാര്യാനല്ലേ അറിയുള്ളൂ. ഇന്നൊക്കെ ആണെങ്കിൽ വണ്ണാക്ക് രണ്ട് കൊടുത്തിട്ട് വേദന ഉണ്ടോ രണ്ടാൾ കൊടുത്തിട്ട് പോയി. അതെ അതാണ് പ്രതികാരം അല്ലേ? സ്ത്രീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയുടെ വേദന ഞാൻ മനസ്സിലാക്കി കൊടുക്കും. ഇപ്പോൾ കാര്യം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഈ സ്ത്രീ വളരെ നന്നായിട്ട് പീഡനം ചെയ്തിട്ടുണ്ടായിരിക്കും, ക്രൂരമായിട്ട് അടിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന് ആ സ്ത്രീ പറയുന്നത് മക്കളെ തണലിലാണ്, മക്കളെ ബലത്തിലാണ്. അവർ പറയുന്നില്ലേ വാപ്പ കയറി വന്നിട്ടുണ്ടെങ്കിൽ കാല അടിച്ചു മുറിക്കുന്നതാണ് സപ്പോർട്ടാണ്. കാരണം എല്ലാ കേസുകളിലും പറഞ്ഞത് ഇത്തരം കേസുകൾ മക്കൾ ഉണ്ടാക്കിയാൽ പോരാ, മക്കളെ വളർത്തണം, അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും സംരക്ഷണവും പാർപ്പിടവും എല്ലാ വസ്ത്രം എല്ലാം നൽകണം. എങ്കിൽ മാത്രമേ ബാപ്പ എന്നുള്ള പദം അല്ലെങ്കിൽ പൂർണ്ണതയെത്തുള്ളൂ അല്ലേ? അത് പലരും പറഞ്ഞത് നിങ്ങളെ ആ സ്ത്രീയുടെ വായ അത്രയും എന്ത് സംസാരം അതുകൊണ്ട് കുട്ടികൾ പോയതായിരിക്കുമല്ലോ. എന്റെ പൊന്നു സുഹൃത്തുക്കൾ, ഒരു പുരുഷൻക്ക് ഒരു പെണ്ണിനെ ഇട്ടെറിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റീസമാണോ? പുരുഷൻ ഒന്നിൽ തൃപ്തനല്ല എന്നറിയില്ല. ഭംഗിയുള്ള പൂന്തോട്ടം കാണുമ്പോൾ വയൽ പോയിട്ടുണ്ടായിരിക്കും, അതായിരിക്കാം ഒരു പക്ഷേ. എങ്കിലും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ സ്ത്രീ ചെയ്യാത്ത ജോലികളില്ല. ചോര നീരാക്കിയിട്ട് ആ മക്കളെ വളർത്തി വലുതാക്കി സാരി തുമ്പിൽ തൂങ്ങിയത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. എല്ലാ മക്കളും സ്വന്തം ബാപ്പാനെ ബാപ്പാന്ന് വിളിക്കുമ്പോൾ ഇവർക്ക് ബാപ്പാന്ന് വിളിക്കാൻ ഒരു മനുഷ്യനില്ല. സ്വന്തം ഉമ്മയും ബാപ്പയും ഒക്കെ ഈ ഒരു സ്ത്രീ തന്നെയുള്ളത്. അവർക്ക് ഒരിക്കലും ബാപ്പാന്റെ കുറ്റം പറഞ്ഞിട്ട് ആവശ്യമില്ല. ആ ത്യാഗം അവർ ആ സ്ത്രീ എടുത്തുള്ള ത്യാഗം ബുദ്ധിമുട്ട് മക്കളെ വളർത്തിയത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ആവശ്യമില്ല ബാപ്പ എന്നുള്ളത്. ഞാൻ ഈ സ്ത്രീനെ ഒരിക്കലും ഈ കുടുംബത്തിന് ഒരിക്കലും കുറ്റം പറയും. അവരങ്ങനെ ബാപ്പാനെ എതിർക്കുന്നുണ്ട്, വ്യക്തമായ റീസൺ ഉണ്ട്. വീഡിയോ കാണുന്ന ബാപ്പ എവിടെയെങ്കിലും ഇതിന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈഡുകളുടെ താല്പര്യമുണ്ട്, സാമ്പത്തികമായിട്ട് മോശമാണെങ്കിൽ 1000 രൂപ ഗൂഗിൾ പേ ചെയ്തില്ല, നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പറയും എന്താണ് ടേസ്റ്റ് പോകാനുള്ള കാരണം എന്നുള്ളത്. ഓക്കെ, ഞാൻ ചെക്കന്മാരെ